നേതാക്കളുടെ അധികാരക്കൊതിയും കുടുംബവാഴ്ച നിലനിർത്താനുള്ള ശ്രമവും പല്ലാരിമംഗലത്ത് മുസ്ലിം ലീഗിന്റെ അടിത്തറ ഇളക്കിയതോടെ അണികൾ കൂട്ടത്തോടെ CPM-ൽ ചേക്കേറുന്നു. പല്ലാരിമംഗലം പഞ്ചായത്തിൽ LDF അധികാരത്തിലേറിയതോടെ മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷമാവുകയാണ്. എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയെന്നറിയപ്പെടുന്ന പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇക്കുറി ഭരണം നഷ്ടമായ UDF-നെ ഉയിർത്തെഴുന്നേൽക്കാനാവാത്ത വിധത്തിലുള്ള അടിയായി മാറുകയാണ് ലീഗ് പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക്. തുടർച്ചയായി ഭരണം കൈയാളുന്ന മുസ്ലിം ലീഗ് ഇത്തവണ നേതാക്കളുടെ തമ്മിലടിയും ഗ്രൂപ്പ് പോരും മൂലം തോൽവി ചോദിച്ചു വാങ്ങുകയായിരുന്നുവെന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പറയുന്നത്. 20 വർഷം മുമ്പ് ഇതുപോലെ ലീഗിലെ തമ്മിലടിയും അർഹതപ്പെട്ടവരെ തഴഞ്ഞതും ഭരണം നഷ്ടമാകാൻ ഇടയാക്കിയിട്ടുണ്ട്. ലീഗിലെ കുഞ്ഞാലിക്കുട്ടി മുനീർ വിഭാഗങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പ് പോരെ ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുന്ന പഞ്ചായത്താണ് പല്ലാരിമംഗലം. മലബാർ മേഖലയിലും മറ്റിടങ്ങളിലും മുസ്ലിം ലീഗ് ഒത്തൊരുമയോടെ ഒരുമിച്ച് നിന്ന് നേട്ടം കൊയ്തപ്പോൾ പല്ലാരിമംഗലത്ത് തമ്മിലടിച്ച് കൈവശമുണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തിയ സ്ഥിതിയാണുള്ളത്. നോമിനേഷൻ കൊടുത്ത് മാറി നിന്നാൽ ജയിച്ചു കയറാവുന്ന ഉറച്ച വാർഡുകളിൽ പോലും 100 കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എതിരാളികൾ ജയിച്ചതെന്നറിയുമ്പോഴാണ് വിഭാഗീയതയുടെ ആഴം വ്യക്തമാവുക. യുവജനങ്ങളെ അംഗീകരിക്കാതെ മുതിർന്ന നേതാക്കളുടെ ഏകാധിപത്യ നിലപാടുകളും അധികാരമോഹവും തമ്മിലടിയുമാണ് പല്ലാരിമംഗലത്ത് മുസ്ലിം ലീഗിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായത്. മുസ്ലിം ലീഗിനെ നയിക്കുന്ന പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാർ വിചാരിച്ചാൽ അധികാരം അവരുടെ കൈവെള്ളയിലെത്തും. എന്നാൽ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അകന്നു നിന്ന് പാർട്ടിയെ നയിച്ച മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പൂക്കോയ തങ്ങളും ഇപ്പോൾ നയിക്കുന്ന ഹൈദരലി ശിഹാബ് തങ്ങളും യൂത്ത് ലീഗിനെ നയിക്കുന്ന മുനവർ അലി ശിഹാബ് തങ്ങളും ഒക്കെ വെട്ടിത്തെളിച്ചു തന്നുകൊണ്ടിരിക്കുന്ന പാതയിൽ നിന്ന് അധികാരക്കൊതി മൂത്ത് പലരും വ്യതിചലിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത്. നമുക്കില്ലെങ്കിലും മറ്റാർക്കും വേണ്ടയെന്ന മുൻ പ്രസിഡന്റിന്റെയും മണ്ഡലം പ്രസിഡന്റിന്റെയും ഏകാധിപത്യ നിലപാടും കുടുംബവാഴ്ച നിലനിർത്താനുള്ള ചില നേതാക്കളുടെ ശ്രമവുമാണ് പല്ലാരിമംഗലത്ത് UDF-ന്റെ ചരമഗീതം എഴുതാൻ കാരണമായത്. 13 വാർഡുകളിൽ 8 LDF ജയിച്ചപ്പോൾ 3 മാത്രമാണ് UDF-ന് ജയിക്കാനായത്. ഇതിൽ 2 പേർ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായിരുന്നു. ഒരാൾ കൈപ്പത്തി ചിഹ്നത്തിലും വിജയിച്ചിട്ടുണ്ട്. 2 ലീഗ് സ്വതന്ത്രരാണ് ജയിച്ചത്. ചില വാർഡുകളിൽ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ നേതാക്കൾ പണം കൊടുത്ത് വോട്ട് മറിച്ചുവെന്ന ആരോപണവും യൂത്ത് ലീഗ് പ്രവർത്തകരിൽ നിന്ന് ഉയരുന്നുണ്ട്. തമ്മിൽ തല്ലി ചത്തുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടലാണ് ഇപ്പോഴത്തെ കൊഴിഞ്ഞുപോക്കെന്ന് ലീഗിനു വേണ്ടി പ്രവർത്തിച്ച പലരും പരിഹാസരൂപേണ പറഞ്ഞു വെക്കുന്നു. ഏതായാലും കോട്ട ഇളകിയതോടെ അണികൾ കൂട്ടത്തോടെ CPM-ൽ ചേക്കേറുന്ന സ്ഥിതിയാണുള്ളത്. മുസ്ലിം ലീഗിനെ തകർത്ത നേതാക്കൾക്കെതിരെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകാനുള്ള തീരുമാനത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ.